ഹായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ പാവയ്ക്ക കൊണ്ടൊരു പാമ്പുളിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ടൊരു വലിയ പാവയ്ക്ക ഇതുപോലെ ഒന്ന് ചെറുതാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നിറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറും കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 3 വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്താ പറയുക, പേസ്റ്റ് പോലെ ആക്കരുത്, ഇതുപോലെ ഒന്ന് ചതക്കിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു കട്ട ശർക്കര എടുത്തിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിയാണ്. ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. പുളി അതുപോലെ ഇവിടെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഓയിലാണ്, നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാം. അപ്പം നമ്മളിവിടെ മിക്സാക്കി വെച്ചിട്ടുള്ള പാവയ്ക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് ഇങ്ങനെ മിക്സാക്കി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഈ പാവയ്ക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ കയ്പ്പൊക്കെ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സാക്കി മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പാമ്പുളി എന്ന് പറയുന്നത് ഞാനായിട്ട് ഇട്ട പേരാട്ടോ. ഇത് പാവയ്ക്കപ്പുളി എന്നും പറയാം, പാമ്പുളി എളുപ്പത്തിൽ പാമ്പുളി എന്നും പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. ഓണം സ്പെഷ്യലായിട്ട് ഉപയോഗിക്കാം. ചോറിന് സൈഡ് ഡിഷായിട്ടും പറ്റും, ചോറിന് കഞ്ഞിക്കും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇതിവിടെ പിഴിഞ്ഞ് എല്ലാതും ആ എണ്ണയിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ കറുത്ത് പോകരുത്, ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കിത് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഓയിലാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറച്ച് കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള നമ്മൾ ക്രഷാക്കി എടുത്ത ഇഞ്ചിയില്ലേ, ആ ഇഞ്ചിയും അത്യാവശ്യം വലിപ്പമുള്ള 2 പച്ചമുളകും കൂടി വട്ടത്തിൽ കട്ടാക്കിയത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ ഇഞ്ചിയൊക്കെ ആ വെള്ളമയമൊക്കെ പോയി നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയായിട്ടോ എടുത്തത്. എരിയുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ എടുത്താൽ മതി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അത് പൊടികളുടെ പച്ചക്കുത്തൊക്കെ നന്നായി പോയി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പുളിയില്ലേ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് അതിൻ്റെ ചാറ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം പാടെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം പാട് നന്നായിട്ട് മിക്സാക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണേ. ചെറുതായിട്ട് ഇതൊന്ന് കുറുകി വരും. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇതൊന്ന് കുറുകി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ള പാവയ്ക്കയില്ലേ, നമ്മളിവിടെ കൈപ്പക്കാന്നാട്ടാ പറയുക. പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കുക. ഫ്ലെയിമിൽ ഓയിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഇത് മീഡിയത്തിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം പിന്നെ ലോയിലേക്ക് മാറ്റിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരുന്ന കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കട്ടക്കായ ആണെങ്കിൽ ഒന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു വറവ് തയ്യാറാക്കി എടുക്കണം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ അല്ല, സോറി, 1 ടീസ്പൂൺ നെയ്യ്, കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇഷ്ടമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ. ലൈക്കും കമൻറ്റൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും കണ്ടിട്ട് ഒരു ലൈക്ക് തരാനും, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് അറിയിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റൊക്കെ ഒരുപാട് കുറവല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. എല്ലാ കൂട്ടുകാരും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.